കെനിയയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നു. 5 മലയാളികളാണ് ആ അപകടത്തിൽ മരണമടഞ്ഞത്. അവർ വിനോദസഞ്ചാരത്തിനായി പോയതായിരുന്നു. ഖത്തറിൽ നിന്ന് വിവിധ ഇടങ്ങളിലുള്ളവരാണ്. പാലക്കാട്, മാവേലിക്കര ഉൾപ്പെടെ സ്വദേശികളാണ്. ഇപ്പോൾ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നോർക്ക റൂട്ട്സ് നേരത്തെ അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത്. പരുക്കേറ്റവരും എത്തുന്നുണ്ട്. എന്താണ് അവരുടെ ആരോഗ്യനില എന്നതൊക്കെ വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷമാകും അവരെ ആശുപത്രിയിലേക്ക് വേണമെങ്കിൽ ആ തരത്തിലേക്ക് കൊണ്ടുപോവുക. ഒരു മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. ബാക്കി മൃതദേഹം അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നതാണ്. നേരത്തെ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻമരിയ വിശദാംശങ്ങളുമായുണ്ട്. ആൻമരിയ, മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസ് നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മൃതദേഹം കൊണ്ടുപോവുകയാണോ ഇപ്പോൾ? അനുജ, ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത് മൃതദേഹങ്ങളെല്ലാം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ വിമാനത്താവളത്തിൽ തന്നെ ഒരു പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ ആദ്യം ഒരു 9 മണിയോട് കൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനം ഉണ്ടായിരിക്കത്തില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആംബുലൻസുകൾക്കുള്ളിൽ ചെന്ന മൃതദേഹങ്ങൾക്ക് മന്ത്രി പി രാജീവ് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കൾക്ക് കൈമാറും. നിലവിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കത്തില്ല. നിലവിൽ ഇപ്പോൾ മന്ത്രി പി രാജീവ് ഈ മരിച്ചവരുടെ മൃതദേഹം കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നു. മന്ത്രി പി രാജീവ് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നിതിൻ അംബുജൻ കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, അല്പസമയം മുമ്പാണ് ഈ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിലെ ഏതാണ്ട് ഇമിഗ്രേഷൻ നടപടികൾ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു. 9:15 വിമാനം ലാൻഡ് ചെയ്തത്. അതിനുശേഷം ആ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 5 മലയാളികളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ആംബുലൻസുകളിലായി മൃതദേഹം ഇപ്പോൾ വിമാനത്താവളത്തിന്റെ പുറത്ത് അല്പനേരം മന്ത്രിക്കും അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സിലെ അധികൃതർക്കും അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ വെക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മൂവാറ്റുപുഴ സ്വദേശികൾ, അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശികൾ, കൂടാതെ മാവേലിക്കര സ്വദേശികൾ, ഇവരൊക്കെയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ കഴിഞ്ഞ ജൂൺ 9-നായിരുന്നു ഏവരെയും വേദനയിലാഴ്ത്തിയ ആ ഒരു അപകടം സംഭവിച്ചത്. 28 പേരടങ്ങുന്ന സംഘം കെനിയയിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു. അതിനിടയിൽ ഈ അപകടത്തിൽപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. അതിൽ 5 പേർ മലയാളികളാണ്. ഇപ്പോൾ ഇവരുടെ മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി അതിനുശേഷം അന്തിമോപചാരം അർപ്പിച്ച് പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശികളായ 2 പേരും അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശികളായ 2 പേരും കൂടാതെ മാവേലിക്കര സ്വദേശിയായ ഒരാളുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. മാവേലിക്കര സ്വദേശിയുടെ മൃതദേഹം കൊച്ചിയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ചയായിരിക്കും ആ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മറ്റുള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ അവരുടെ ബന്ധുക്കൾ കൈമാറി ഇന്ന് തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളെല്ലാം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നോർക്ക റൂട്ട്സ് അധികൃതരും അതോടൊപ്പം തന്നെ മന്ത്രിയും ഇവിടെ എത്തി ഇതിനുള്ള ഈ അന്തിമോപചാരം അർപ്പിക്കാനുള്ള നടപടികൾ തന്നെ ആരംഭിച്ചിരുന്നു. മാത്രമല്ല, ഈ പരിക്കേറ്റ 7 പേരും ഇവർക്കൊപ്പമുണ്ട്. ഇതിൽ മരിച്ചവരുടെ ബന്ധുക്കളാണ് പലരും. അവരും ഇപ്പോൾ ഈ വിമാനത്തിൽ തന്നെ ഈ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വൈകാതെ തന്നെ അവരുടെ പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയ ശേഷം, പരിശോധനകൾ ഉറപ്പാക്കിയ ശേഷം അവരെ നാട്ടിലേക്ക് അയക്കും. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും പരിശോധിക്കുന്നുണ്ട്. ഏവരെയും വേദനയിലാഴ്ത്തിയ അപകടമാണ് കഴിഞ്ഞ ദിവസം കെനിയയിൽ നടന്നത്. അതിലാണ് ഈ 5 മലയാളികൾ മരിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ മൂവാറ്റുപുഴ സ്വദേശികളുടെ മൃതദേഹം ഇന്ന് തന്നെ വൈകിട്ട് വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇവരുടെ ബന്ധുക്കൾക്കെല്ലാം തന്നെ കേരളത്തിലേക്ക് എത്താൻ, പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരിയിലെത്താൻ ഈ യെല്ലോ ഫീവർ വാക്സിൻ നിർബന്ധമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നോർക്ക ഇടപെട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട ശേഷമാണ് ആ നിബന്ധനയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ ഒരു ഇളവ് നൽകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ആ ഇളവ് നൽകി ഇന്നിപ്പോൾ രാവിലെ 9:15 വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇമിഗ്രേഷൻ നടപടികൾ ഏതാണ്ട് 1 മണിക്കൂർ നേരം നീണ്ട ആ നടപടികൾ പൂർത്തിയാക്കി അല്പസമയം വിമാനം ആംബുലൻസുകൾ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഈ മരിച്ച മലയാളികളുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അല്പസമയം ഇവിടെ ഈ ഒരു
പൊതുദർശന ചടങ്ങ് നടത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. നമുക്ക് അറിയാം, ഈ കഴിഞ്ഞ ജൂൺ 9-നാണ് മലയാളികൾ സഞ്ചരിച്ച ഉല്ലാസയാത്രയ്ക്ക് പോയ മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ഏതാണ്ട് 28 പേർ അടങ്ങുന്ന സംഘമാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. 5 മലയാളികൾ മരിച്ചു. അതിനുശേഷം പിന്നീട് ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരുടെ എല്ലാം തന്നെ പരിക്കുകൾ ഭേദമായ ശേഷമാണ് ഇപ്പോൾ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാ ബന്ധുക്കളും ഇപ്പോൾ ഇവിടെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി പി രാജീവ് ഈ അന്തിമോപചാരം അർപ്പിച്ച് അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഗീത ഷോജിയുടെ മൃതദേഹം മാത്രം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം ചൊവ്വാഴ്ച സംസ്കാര ചടങ്ങ് നടത്തുമെന്നാണ് മകൻ അല്പസമയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, കെനിയയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ, പാലക്കാട്, മാവേലിക്കര സ്വദേശികളാണ്. 5 പേരാണ് മരണമടഞ്ഞത്. അവരുടെ മൃതദേഹമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രി പി രാജീവ് ആദരാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം വിട്ടു നൽകുകയാണ് ബന്ധുക്കൾക്ക്. നോർക്ക റൂട്ട്സിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിനായി ആംബുലൻസുകളിൽ അവരവരുടെ ഇടങ്ങളിലേക്ക്, ജന്മസ്ഥലങ്ങളിലേക്കൊക്കെ ഈ മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള. ഒരു മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. കൂടാതെ പരുക്കേറ്റവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മെഡിക്കൽ പരിശോധനയെല്ലാം ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഗുരുതരമായി പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റും. അതല്ലാത്തവരെ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി തന്നെ കൊണ്ടുചെന്നെത്തിക്കും. അതിനെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് നേരത്തെ നോർക്ക റൂട്ട്സ് പ്രതിനിധി 24-നോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, പൊതുദർശനം ഉണ്ടാകുമോ? എന്താണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്? അനുജ, അങ്ങനൊരു പൊതുദർശനം ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അങ്ങനൊരു പൊതുദർശനം ഇപ്പോൾ വേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. നോർക്ക റൂട്ട്സ് ജനറൽ മാനേജറും ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശിയുടെയും അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശികളുടെയും മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം അവരുടെ നാടുകളിലേക്ക് പോകും. പക്ഷേ മാവേലിക്കര സ്വദേശിയുടെ മൃതദേഹം അത് എറണാകുളത്ത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കുക. ചൊവ്വാഴ്ച സംസ്കാര ചടങ്ങ് നടക്കും. അവരുടെ മകൻ കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസക്കാരനായ വ്യക്തിയാണ്. ചൊവ്വാഴ്ച സംസ്കാര ചടങ്ങ് നടത്തുമെന്നാണ് മകൻ അല്പസമയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു പൊതുദർശനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയില്ല. അത്തരം ഒരു ക്രമീകരണങ്ങൾ നേരത്തെ ഈ വിമാനത്താവളത്തിന് പുറത്ത് ഒരുക്കിയിരുന്നു. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല എന്നാണ് ബന്ധുക്കളെല്ലാം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് വെച്ച് തന്നെ മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ച് പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ആ നടപടികളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം തന്നെ ആംബുലൻസ് അവരുടെ ജന്മനാട്ടിലേക്ക് പോകും. അതിനുശേഷം മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ പാലക്കാട് സ്വദേശികളുടെ മൃതദേഹം പിന്നീട് കോയമ്പത്തൂരിലേക്ക്, അവരുടെ ഭർത്താവിന്റെ നാടായ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരം വിവരങ്ങളാണ് ബന്ധുക്കൾ ഈ ഘട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അന്തിമോപചാരം അർപ്പിച്ച് മന്ത്രി ഇപ്പോൾ ഉടൻ തന്നെ ഇവിടുന്ന് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.